ഫസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. ഹജ്ജിന് പരിസമാപ്തിയായതോടെ ഹാജിമാർ നാടുകളിലേക്ക് മടങ്ങി തുടങ്ങി. ഇന്ത്യൻ ഹാജിമാരെയും കൊണ്ടുള്ള ആദ്യ ഹജ്ജ് വിമാനം കൊൽക്കത്തയിലെത്തി. കേരളത്തിൽ നിന്നുള്ള സ്വകാര്യ ഗ്രൂപ്പുകളും മടക്കയാത്ര ആരംഭിച്ചു. കുവൈത്തിൽ വിദേശികളുടെ ഇഖാമ ഫീസ് നിരക്കുകളിൽ തൽക്കാലം വർധനയുണ്ടാകില്ല. ചികിത്സാ ഫീസിലും വർധനയുണ്ടായേക്കില്ല. വർധന ആവശ്യപ്പെടുന്ന കരട് നിർദ്ദേശം മന്ത്രിസഭ ചർച്ച ചെയ്തില്ല. കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാൻ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന ആരോപണം തെറ്റെന്ന ഗതാഗത മന്ത്രി A.K. ശശീന്ദ്രൻ. ലാഭകരമെന്ന് കണ്ടാൽ കരിപ്പൂരിൽ ലോ ഫ്ലോർ ബസ് സർവീസുകൾ ഏർപ്പെടുത്തും. കേരളത്തിന്റെ പൊതുഗതാഗതം മെച്ചപ്പെടണമെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടെയുള്ള സമീപനം ആവശ്യമെന്നും ഗതാഗത മന്ത്രി. മന്ത്രി ദുബൈയിലെ മീഡിയ വൺ ആസ്ഥാനം സന്ദർശിച്ചു. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ജിഷ കൊല്ലപ്പെട്ടത് ബലാത്സംഗ ശ്രമത്തിനിടെയെന്ന അന്വേഷണ സംഘം. കുറ്റമറ്റ കുറ്റപത്രമെന്ന് SP PN ഉണ്ണിരാജൻ. ജിഷയെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി പ്രതിയുടെ കയ്യിലുണ്ടായിരുന്നതിന് തെളിവുണ്ടെന്നും SP. അമീറുൽ ഇസ്ലാമിന്റെ ജാമ്യാപേക്ഷ കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഹാജിമാർ മടങ്ങുന്നു. അൽ ഹിന്ദ് ഹജ്ജ് ഉംറ നാഥന്റെ വിളികേട്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർ നാടുകളിലേക്ക് മടങ്ങി തുടങ്ങി. ഇന്ത്യൻ ഹാജിമാരെയും കൊണ്ടുള്ള ആദ്യ ഹജ്ജ് വിമാനം കൊൽക്കത്തയിലെത്തി. കേരളത്തിൽ നിന്നുള്ള സ്വകാര്യ ഗ്രൂപ്പുകളും മടക്കയാത്ര ആരംഭിച്ചു. ഓഗസ്റ്റ് 4-ന് മദീനയിൽ വിമാനമിറങ്ങിയ 1500ഓളം തീർത്ഥാടകരാണ് ഇന്ന് ജിദ്ദ ഹജ്ജ് ടെർമിനൽ വഴി നാട്ടിലേക്ക് മടങ്ങുന്നത്. രാവിലെ മുതൽ ഇവരെ വിമാനത്താവളത്തിൽ എത്തിച്ചു തുടങ്ങി. ലഗേജുകൾ ഇന്നലെ തന്നെ താമസ സ്ഥലങ്ങളിൽ നിന്നും അധികൃതർ ശേഖരിച്ചിരുന്നു. ഹാജിമാർക്കുള്ള 5 ലിറ്റർ സംസം വെള്ളം ഇതിനകം തന്നെ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. നാട്ടിലെത്തിയാൽ ഹാജിമാർക്ക് സംസം കൈപ്പറ്റാൻ സാധിക്കും. സ്വകാര്യ ഗ്രൂപ്പുകളുടെ മടക്കയാത്രയും ആരംഭിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ സഹായത്തോടു കൂടി എല്ലാ കർമ്മങ്ങളും കല്ലേറ് കർമ്മങ്ങളും എല്ലാം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി. ഇൻഷാ അല്ലാഹ് നമ്മൾ നാട്ടിൽ എത്തിയിട്ട് നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും കാണാനുള്ള ഒരു സാന്നിധ്യത്തിലാണുള്ളത്. ജിദ്ദയിൽ നിന്നും കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിലേക്കാണ് സ്വകാര്യ ഗ്രൂപ്പുകളിലെ ഹാജിമാരുടെ യാത്ര. ഹജ്ജിന് വളരെ നേരത്തെ മക്കയിലെത്തിയ ഇവർ മദീന സന്ദർശനവും പൂർത്തിയാക്കിയിരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഹജ്ജ് നിർവഹിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഹാജിമാരുടെ മടക്കം. ഒത്തിരി കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഹജ്ജ് ചെയ്യണം എന്നുള്ളത്. ഒരേ ചുറ്റുപാട് കാരണം വരാൻ പറ്റിയില്ല. അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം വന്നു. വളരെ സന്തോഷപൂർവ്വം വളരെ എളുപ്പത്തിൽ എല്ലാം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെ ഹാജിമാർ മദീന സന്ദർശനം പൂർത്തിയാക്കി സെപ്റ്റംബർ 29 മുതൽ കൊച്ചിയിലേക്ക് മടങ്ങി തുടങ്ങും. മക്കയിൽ നിന്നും സാബിത് സലീമിനൊപ്പം റബീഹ് മുഹമ്മദ്, മീഡിയ വൺ. കുവൈത്തിൽ വിദേശികളുടെ ഇഖാമ ഫീസ് നിരക്കുകളിൽ തൽക്കാലം വർധനയുണ്ടാകില്ല. വിദേശികളുടെ ചികിത്സാ ഫീസിലും ഉടനെ വർധന വരുത്താൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എണ്ണവില തകർച്ചയെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിദേശികളുടെ ഇഖാമ, ആരോഗ്യ സേവന ഫീസുകൾ വർദ്ധിപ്പിക്കാൻ കുവൈത്ത് ഒരുങ്ങുന്നതായ വാർത്തയാണ് സർക്കാർ വൃത്തങ്ങൾ നിഷേധിച്ചത്. വിദേശികളുടെ ഇഖാമ സ്റ്റാമ്പിംഗ്, പുതുക്കൽ, ഒരു സ്പോൺസറിൽ നിന്ന് മറ്റൊരു സ്പോൺസറിലേക്ക് ഇഖാമ മാറൽ തുടങ്ങിയ സേവനങ്ങൾക്കുള്ള ഫീസ് വർദ്ധിപ്പിക്കുമെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. സർക്കാർ ആശുപത്രികളിലെ ചികിത്സക്ക് വിദേശികളിൽ നിന്ന് പ്രത്യേക ഫീസ് ഈടാക്കുന്നത് സംബന്ധിച്ച ആലോചനയും ഇപ്പോൾ മന്ത്രിസഭയ്ക്ക് മുന്നിലില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇഖാമ നടപടികൾക്കും ആരോഗ്യ സേവനങ്ങൾക്കുമുള്ള ഫീസ് വർദ്ധിക്കണമെന്നാവശ്യപ്പെട്ട കരട് നിർദ്ദേശം മന്ത്രിസഭയിൽ ചർച്ചയായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സേവന നിരക്ക് വർധന സംബന്ധിച്ച് ആശങ്കയിലായിരുന്ന പ്രവാസികൾക്ക് ആശ്വാസം പകരുന്നതാണ് പുതിയ വാർത്ത. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സുരക്ഷിതമായി ഹജ്ജ് പൂർത്തിയാക്കാനായതിന് പ്രധാന കാരണം പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു. 3 ലക്ഷത്തോളം ജീവനക്കാരെയാണ് സുരക്ഷയ്ക്കും സേവനത്തിനുമായി നിയമിച്ചത്. 5000-ലധികം ക്യാമറകളാണ് തീർത്ഥാടകരുടെ ഓരോ ചലനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കാനുണ്ടായിരുന്നത്. ഹജ്ജ് അവസാനിച്ചെങ്കിലും തീർത്ഥാടകർ മടങ്ങുന്നതുവരെ ക്യാമറ നിരീക്ഷണം തുടരും. 19 ലക്ഷത്തോളം തീർത്ഥാടകർക്ക് സുരക്ഷിതമായി ഉംറയും ഹജ്ജും നിർവഹിക്കാൻ കണ്ണിമുച്ചിമാതെ സുരക്ഷയൊരുക്കിയത് ആഭ്യന്തര വകുപ്പിന് കീഴിലെ പൊതുസുരക്ഷാ വിഭാഗമാണ്. 6 സുരക്ഷാ വിഭാഗങ്ങളാണ് ഹജ്ജിന് സുരക്ഷ ഒരുക്കിയത്. മക്ക നഗരം, ഹറം, മിന, മുസ്തലിഫ, അറഫ ചെക്ക് പോയിന്റുകൾ തുടങ്ങിയ പ്രദേശങ്ങളുടെ ഓരോ അനക്കങ്ങളും അധികൃതർ തത്സമയം അറിയുന്നുണ്ടായിരുന്നു. ഇതിനായി പുണ്യഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ 5484 CCTV ക്യാമറകളാണ് സ്ഥാപിച്ചത്.
ഈ ക്യാമറകൾ നൽകുന്ന ദൃശ്യങ്ങൾ മിനായിലെ പൊതുസുരക്ഷാ വിഭാഗത്തിന്റെ ആസ്ഥാന മന്ദിരത്തിൽ സജ്ജീകരിച്ച അത്യാധുനിക കൺട്രോൾ റൂമിൽ നിന്ന് നിയന്ത്രിക്കുന്നു. ഹജ്ജ് സീസണിൽ 24 മണിക്കൂറും തീർത്ഥാടകരുടെ സൂക്ഷ്മ ചലനങ്ങൾ നിരീക്ഷിക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. നിരവധി ഉദ്യോഗസ്ഥരാണ് കമ്പ്യൂട്ടറുകൾക്കും വലിയ സ്ക്രീനുകൾക്കുമടുത്ത് സദാ ജാഗരൂകരായി ഇരിക്കുന്നത്. സഹായ അഭ്യർത്ഥനയുമായി തീർത്ഥാടകർ വിളിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്കുള്ള ഫോൺ കോളും എത്തുന്നത് ഇവിടെയാണ്. കോളുകൾ സ്വീകരിക്കാൻ മാത്രം 20ഓളം ഉദ്യോഗസ്ഥർ ഒരു ഷിഫ്റ്റിലുണ്ട്. CCTV ക്യാമറകൾ ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ മറ്റൊരു വിഭാഗമുണ്ട്. ലോകത്ത് ലഭ്യമായ ഏറ്റവും മുന്തിയ ക്യാമറകളും കമ്പ്യൂട്ടർ സംവിധാനവുമാണ് കൺട്രോൾ റൂമിലുള്ളത്. ഹാജിമാർ മടങ്ങുന്നതുവരെ നിരീക്ഷണം തുടരും. ഹജ്ജ് സീസണിന് പുറമെ റമദാൻ മാസത്തിലും പൊതുസുരക്ഷാ വിഭാഗം ക്യാമറ നിരീക്ഷണം ശക്തമാക്കാറുണ്ട്. 24 മണിക്കൂറും ക്യാമറ നിരീക്ഷണത്തിലൂടെ തീർത്ഥാടകരുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്ത് ആവശ്യമായ സുരക്ഷ ഒരുക്കുകയാണ് സൗദി സുരക്ഷാ വിഭാഗം. മിനയിലെ പൊതുസുരക്ഷാ വിഭാഗത്തിന്റെ ആസ്ഥാനത്ത് നിന്നും റബി മുഹമ്മദ്, മീഡിയ 1. ഹജ്ജ് തീർത്ഥാടകർക്ക് 14 ലക്ഷം ഖുർആൻ കോപ്പികൾ വിതരണം ചെയ്തു തുടങ്ങിയെന്ന് സൗദി ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു. ഹാജിമാർക്ക് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ സമ്മാനമായാണ് ഖുർആൻ കോപ്പികൾ നൽകുന്നത്. മദീനയിലെ കിങ് ഫഹദ് ഖുർആൻ പ്രിന്റിംഗ് കോംപ്ലക്സിൽ നിന്ന് അച്ചടിക്കുന്ന കോപ്പികൾക്കൊപ്പം വിവിധ ലോകഭാഷയിലുള്ള പരിഭാഷകളും നൽകി വരുന്നുണ്ട്. രാജ്യത്ത് നിന്നും തിരിച്ചു പോകുമ്പോൾ വിമാനത്താവളങ്ങളിൽ വെച്ച് ഖുർആൻ കോപ്പികൾ ലഭിക്കും. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന മുഴുവൻ ഹാജിമാർക്കും മുസഫുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഇസ്ലാമിക കാര്യമന്ത്രിയുടെ ഉപദേഷ്ടാവും രാജാവിന്റെ സമ്മാന വിതരണ കമ്മിറ്റി അധ്യക്ഷനുമായ തലാൽ ബിൻ അഹമ്മദ് അൽ ഹുഗൈൽ പറഞ്ഞു. സാധാരണ കോപ്പികൾക്ക് പുറമെ പ്രായമായവർക്ക് വലിയ അക്ഷരങ്ങളുള്ള അൽ ജവാമീദ് കോപ്പികളും മൊറോക്കൻ പ്രവിശ്യകളിൽ നിന്നുള്ള ഹാജിമാർക്ക് അൽവർഷ് കോപ്പികളും വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ ഉറുദു, മലയാളം, ഹോസ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, തുർക്കി, തായ്ലാന്റ്, ഇന്തോനേഷ്യ, ചൈനീസ്, സ്പാനിഷ്, റഷ്യൻ, ജർമ്മൻ, അൽബാനിയൻ തുടങ്ങിയ ഭാഷകളിലുള്ള ഖുർആൻ പരിഭാഷകളും വിതരണം ചെയ്തു വരുന്നതായി തലാൽ ബിൻ അഹമ്മദ് അൽ ഹുഗൈൽ പറഞ്ഞു. ജിദ്ദ, മദീന വിമാനത്താവളങ്ങൾ, ജിദ്ദ ഇസ്ലാമിക് പോർട്ട്, കരമാർഗമുള്ള പ്രവേശന കവാടങ്ങൾ എന്നിവിടങ്ങളിലായി സ്ഥാപിച്ച 45ഓളം വരുന്ന വിതരണ കേന്ദ്രങ്ങൾ മുഖേനയാണ് ഖുർആൻ കോപ്പികൾ വിതരണം ചെയ്യുന്നത്. ഇതിനായി 1000 ഓഫീസ് ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. തിരിച്ചുപോകുന്ന മുഴുവൻ ഹാജിമാർക്കും വിതരണം ചെയ്യാവുന്ന വിധം വിതരണ കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. മീഡിയ 1 ജിദ്ദ. സൗദിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുതിയ അധ്യയന വർഷം നാളെ തുടങ്ങും. പ്രാഥമിക തലം മുതൽ സർവകലാശാല തലം വരെയുള്ള 56 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കലാലയങ്ങളിലെത്തും. വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിനായി അധ്യാപകരും കലാലയ ജീവനക്കാരും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 56 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് രാജ്യത്തുള്ളതെന്നാണ് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്ക്. സ്കൂളുകളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മധ്യവേനലവധിക്കാലത്ത് അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. പാഠപുസ്തകങ്ങളും വിതരണത്തിന് തയ്യാറായിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതോടെ ഞായറാഴ്ച മുതൽ നിരത്തുകളിൽ വൻ തിരക്ക് അനുഭവപ്പെടുമെന്നതിനാൽ പ്രധാന നഗരങ്ങളിൽ ഗതാഗത നിരീക്ഷണത്തിനും നിയന്ത്രണത്തിനും ട്രാഫിക് വിഭാഗം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ തെക്കൻ മേഖലകളിലെ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം പ്രത്യേക പരിഗണന അനുവദിച്ചിട്ടുണ്ട്. സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന യമനിൽ സൈനിക നടപടി തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് കലാലയങ്ങൾ പ്രവർത്തിക്കുക. സുരക്ഷാ സാഹചര്യം വിലയിരുത്താനും ഉചിതമായ തീരുമാനമെടുക്കാനും വകുപ്പ് മന്ത്രിയുടെ കീഴിൽ മേഖലാ വിദ്യാഭ്യാസ മേധാവികളടങ്ങിയ പ്രത്യേക സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട്. അസർപുള്ളിയിൽ, മീഡിയ 1, റിയാദ്. കേരളത്തിന്റെ പൊതുഗതാഗതം മെച്ചപ്പെടണമെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടെയുള്ള സമീപനം ആവശ്യമാണെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. ദുബൈയിൽ മീഡിയ 1 ആസ്ഥാനം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പൊതുവായ അവസ്ഥകൾ ഉൾക്കൊള്ളാൻ സാധിച്ചെങ്കിൽ മാത്രമേ പൊതുഗതാഗത രംഗത്ത് വികസനം നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് മന്ത്രി വ്യക്തമാക്കി. യാഥാർത്ഥ്യബോധത്തോടുകൂടി വികസന ആവശ്യങ്ങളോട് പ്രതികരിക്കുകയും സഹായകമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പൊതുമനോഭാവത്തോട് അത് വേണ്ടത്ര ആയിട്ടില്ല. അതൊരു പ്രധാന തടസ്സമാണ്. മറ്റൊന്ന് സ്ഥലത്തിൻ്റെ ലഭ്യത, സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. പ്രവാസി സമൂഹം ഏറ്റവും കൂടുതൽ അവലംബിക്കുന്നതാണ് കരിപ്പൂർ വിമാനത്താവളം. അതിനെ തകർക്കാൻ ഏതെങ്കിലും ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന ആരോപണം അംഗീകരിക്കാൻ പറ്റില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഇവിടെ ഒത്തുകളിയുണ്ട് എന്ന് പ്രചരിപ്പിക്കുക, ലോബിയിങ് ആണ് എന്ന് സംസാരമുണ്ടാക്കുക, സാങ്കേതികമായി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് മടി കാണിക്കുക. ഇങ്ങനെ വരുമ്പോൾ സ്ഥലം കൊടുക്കാൻ ആരാ തയ്യാറാകുക? ആശങ്ക എപ്പോഴാണ് വരുന്നത്? ഇത് നടക്കാൻ പോകുന്നതാണോ? കരിപ്പൂരിൽ നിന്ന് ലാഭകരമാണെന്ന് കണ്ടാൽ ലോ ഫ്ലോർ ബസ് സർവീസുകൾ ഏർപ്പെടുത്താൻ സർക്കാരിന് മടിയില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലോ ഫ്ലോർ ബസ്സുകൾ ഏർപ്പെടുത്തുന്നതിന് വലിയ പക്ഷേ ബസ്സുകളില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പ്രവാസികൾക്ക് സൗകര്യപ്രദമായ വിധത്തിൽ ഇപ്പം
കാരണം അവിടെ തന്നെ നമ്മൾ ആദ്യം നെടുമ്പാശ്ശേരി ഇവിടെ കരിപ്പൂരിലേക്ക് പരീക്ഷണാർത്ഥം കണ്ണൂരിൽ നിന്നൊക്കെ ഓടിച്ച് നോക്കിയതാണ്. പക്ഷേ അത് വലിയൊരു പ്രയോജനം ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുബൈ മീഡിയ സിറ്റിയിൽ മീഡിയ വണ്ണിന്റെയും ഗൾഫ് മാധ്യമത്തിന്റെയും ആസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തിയ മന്ത്രിക്ക് ഹൃദ്യമായ സ്വീകരണം നൽകി. മീഡിയ വൺ, ദുബൈ. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറി പഴ ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച് വിദഗ്ധ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ പഠനം തുടങ്ങിയതായി UAE കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ഇതോടനുബന്ധിച്ച് കർശന പരിശോധനകളും സർവേകളും സംഘടിപ്പിക്കും. രാസമാലിന്യം, ലോഹമാലിന്യം, ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിച്ച ജലത്തിലെ രോഗാണുക്കൾ തുടങ്ങിയവ പഠനത്തിന് വിധേയമാക്കും. അബുദാബിയിൽ 2 ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനം നടത്തിയ കേസിൽ 18 പേർ അറസ്റ്റിലായി. ടൂറിസ്റ്റ് ക്ലബ്, വിമാനത്താവള റോഡ് പ്രദേശം എന്നിവിടങ്ങളിലെ ഫ്ളാറ്റുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത്. അറബ് വംശജനും അയാളുടെ ചൈനക്കാരിയായ ഭാര്യയും 2 ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യഭിചാരശാല നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വേശ്യാവൃത്തിയിലേർപ്പെട്ട 11 സ്ത്രീകളും ഇവർക്കൊപ്പം അറസ്റ്റിലായിട്ടുണ്ട്. ഇവരുടെ കേന്ദ്രങ്ങളിൽ സന്ദർശനത്തിനെത്തിയ മറ്റു 5 പേരെയും പിടികൂടി. കൂടുതൽ വാർത്തകളിലേക്ക് വരാം, ഒരിടവേളയ്ക്ക് ശേഷം. പെട്രോൾ വില വർധനവ് പെരുന്നാൾ വിപണിയെ ബാധിച്ചില്ല. കുവൈത്ത് നിവാസികൾ അവധിക്കാലത്ത് ചെലവാക്കിയത് കോടികളാണ്. രാജ്യത്തെ പ്രധാന ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനമായ കേനെറ്റ് വഴി മാത്രം 14.2 കോടി ദിനാർ ചെലവഴിക്കപ്പെട്ടതായി കേനെറ്റ് കമ്പനി വെളിപ്പെടുത്തി. ക്രൂഡ് ഓയിൽ വിലയിടിവിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ഞെരുക്കമൊന്നും പെരുന്നാൾ വിപണിയിൽ പ്രതിഫലിച്ചില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേനെറ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുള്ള അൽ ആജ്മി പുറത്തുവിട്ട കണക്ക് പ്രകാരം 14.2 കോടി ദിനാറാണ് അവധി നാളുകളിൽ രാജ്യനിവാസികൾ ഷോപ്പിംഗിനായി ഒടുക്കിയത്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങിയതിന്റെയും ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിച്ചതിന്റെയും വിശദാംശങ്ങളാണ് കേനെറ്റ് അധികൃതർ പുറത്തുവിട്ടത്. മറ്റു ചാനലുകളിലൂടെ ചെലവഴിക്കപ്പെട്ട പണം കൂടി കണക്കാക്കുമ്പോൾ ഇതിന്റെ ഇരട്ടിയോളം വരും. അവധി നാളുകളിൽ ഷോപ്പിംഗ് മാളുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പല സ്ഥാപനങ്ങളും പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ട് ആകർഷകങ്ങളായ ഓഫറുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഓണവും പെരുന്നാളും ഒന്നിച്ചു വന്നതോടെ മലയാളികളും വിപണിയെ സജീവമാക്കി. 2 ഉത്സവകാലങ്ങൾ വന്നതിനാൽ മണി എക്സ്ചേഞ്ചുകളിലും മലയാളികളുടെ തിരക്ക് പ്രകടമായിരുന്നു. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. 14,000-ഓളം പേർക്ക് ഓണസദ്യ ഒരുക്കി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ചരിത്രം കുറിച്ചു. ഷാർജ എക്സ്പോ സെന്ററിലായിരുന്നു അസോസിയേഷന്റെ വിപുലമായ ഓണാഘോഷ പരിപാടി. പ്രവാസ ലോകത്തെ ആഘോഷ പരിപാടികൾ കേരളത്തിന് തന്നെ മാതൃകയാണെന്ന് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ഗതാഗത വകുപ്പ് മന്ത്രി NK ശശീന്ദ്രൻ പറഞ്ഞു. നമ്മളെല്ലാം ഒന്നാണ്, അസോസിയേഷൻ രക്ഷാധികാരി മുഹമ്മദ് അഹമ്മദ് അൽ മിദ്ഫ, ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റിലെ പാസ്പോർട്ട് വിഭാഗം കോൺസുൽ സന്ദീപ് ചൌധരി, മുൻ MLAയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായിരുന്ന TV ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു. ബിജു സോമൻ സ്വാഗതവും V നാരായണൻ നായർ നന്ദിയും പറഞ്ഞു. ഉത്സവ പ്രതീതി ഉണർത്തിയായിരുന്നു ആഘോഷ പരിപാടികൾ. വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി അരങ്ങേറി. പൂക്കൾ മത്സരത്തിൽ മാസ് ഷാർജ 1ാം സ്ഥാനം കരസ്ഥമാക്കി. മീഡിയ വൺ, ഷാർജ. കുവൈത്തിലെ മലയാളി കൂട്ടായ്മകളുടെ ഓണാഘോഷ പരിപാടികൾ തുടരുന്നു. വെള്ളി, ശനി ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നിറപ്പിട്ടായിരുന്ന നിരവധി പരിപാടികളാണ് നടന്നത്. ഓണം, ഈദ് സംഗമങ്ങളായാണ് മിക്ക സംഘടനകളും ആഘോഷ ചടങ്ങുകൾ നടത്തുന്നത്. ഓരോ അവധിയും തിരുവോണനാളാക്കി മാറ്റുകയാണ് കുവൈത്തിലെ മലയാളി കൂട്ടായ്മകൾ. കല ആർട്ട് കുവൈറ്റ് സംഘടിപ്പിച്ച ഓണം ഈദ് സംഗമം ബഹ്റൈൻ എക്സ്ചേഞ്ച് ജനറൽ മാനേജർ മാത്യൂസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സാംകുട്ടി തോമസ്, വർഗീസ് പുതുകുളങ്ങര, വർഗീസ് പോൾ, അനീച്ച ഷൈജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനായ സലീം കൊമേരിയെ ചടങ്ങിൽ ആദരിച്ചു. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ഓണം ഈദ് സംഗമം ഇന്ത്യൻ എംബസി ലേബർ അറ്റാഷെ തോമസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രാജീവ് നടുവിലെമുറി അധ്യക്ഷനായിരുന്നു. തോമസ് കെ തോമസ്, സാം പൈനുമൂട്, മധു വെട്ടിയാർ, ബൈജു പിള്ള എന്നിവർ സംസാരിച്ചു. കുവൈത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളായ ക്രൗൺ പ്ലാസയിലെയും ഹോളിഡേ ഇന്നിലെയും മലയാളികളായ ജീവനക്കാരും ഓണാഘോഷം സംഘടിപ്പിച്ചു. ഏരിയ ജനറൽ മാനേജർ അംതോവാൻ ഫ്ലോഡി ഉദ്ഘാടനം ചെയ്തു. ചെണ്ടമേളം, പുലിക്കളി, മോഹിനിയാട്ടം, തിരുവാതിരക്കളി, ഭരതനാട്യം തുടങ്ങിയ കലാരൂപങ്ങളും വിവിധ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് അരങ്ങേറി. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. സലാലയിലും വിവിധ മലയാളി കൂട്ടായ്മകളുടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗത്തിന്റെ ഓണാഘോഷങ്ങൾക്ക് ഓണസദ്യയോടെയാണ് തുടക്കമായത്.
ഖരീഫ് കാലത്തിന് ശേഷമെത്തിയ ഓണം സലാലയിലെ മലയാളികൾക്ക് സമൃദ്ധമായ ചിങ്ങമാസത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. സീസണിൽ ഒഴുകിയെത്തിയ 5 ലക്ഷത്തിലധികം ടൂറിസ്റ്റുകൾ ഇവിടുത്തെ എല്ലാ മേഖലയെയും സമ്പന്നമാക്കി. ഈ സമൃദ്ധിയുടെ നിറവിലാണ് വിവിധ കൂട്ടായ്മകളുടെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചത്. ഒന്നാമത് ഇവിടുത്തെ മഴ സീസൺ, അത് ഓണം കഴിഞ്ഞിട്ടും മഴ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഭാഗ്യം. അതിൻ്റെ കൂടാതെ ബക്രീദ് മഹോത്സവം, അപ്പോൾ ബക്രീദ് മഹോത്സവം, ഓണം, മഴ, ഇതെല്ലാം കൂടി സലാലി ശരിക്കൊരു ഒരിക്കലും ലഭിക്കാതെ ഒരു അപൂർവ ഭാഗ്യമാണ് മലയാളികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗത്തിന്റെ ഓണാഘോഷങ്ങൾ ക്ലബ് ചെയർമാൻ മൻപ്രീത് സിംഗ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങൾ നടന്നു. വടംവലി മത്സരത്തിൽ തണൽ സലാല 1ാം സ്ഥാനവും സലാല ടൈഗേഴ്സ് 2ാം സ്ഥാനക്കാരുമായി. ആഘോഷ പരിപാടികൾക്ക് കൺവീനർ ഡോക്ടർ നിഷ്താർ അനിൽ ബാബുവും മറ്റു കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. SNDP സലാല മാർത്തോമ സഭ എന്നിവയുടെ ഓണാഘോഷവും നടന്നു. സമൃദ്ധമായി മഴ ലഭിച്ച ഒരു ഖരീഫ് കാലത്തിന് ശേഷമാണ് സലാലയിലെ മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആഘോഷത്തിന് കേരളവുമായി സാമ്യതകൾ ഏറെയാണ്. ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം KA സലാഹുദ്ദീൻ, മീഡിയ 1 സലാല. അറാർ മലയാളി സമാജം 12ാം വാർഷികവും ഈദ് സംഗമവും ഓണസദ്യയും ബലിപെരുന്നാൾ ദിനത്തിൽ അറാറിലെ ലൈലത്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ജനറൽ ബോഡിയും കുട്ടികളുടെ കലാപരിപാടികളും ജിദ്ദ സാരംഗി ഗ്രൂപ്പിന്റെ സംഗീത നിശയും അരങ്ങേറി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് മുരളി ഹരിപ്പാട, സെക്രട്ടറി നജീമുദ്ദീൻ കൊല്ലം, ട്രഷറർ ഷൌക്കത്ത് ഒറ്റപ്പാലം എന്നിവരെ തെരഞ്ഞെടുത്തു. ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഖത്തറിലെ പ്രവാസി സമൂഹങ്ങൾക്കായി ഖത്തർ സാംസ്കാരിക കായിക മന്ത്രാലയം സംഘടിപ്പിച്ച ഈദ് ആഘോഷ പരിപാടികളിൽ ദോഹയിലെ പ്രമുഖ കലാവിദ്യാലയമായ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ദുഹൈൽ ഫാമിലി പാർക്കിൽ നടന്ന ആഘോഷങ്ങൾക്ക് ശ്വേത ഭരദ്വാജ് നേതൃത്വം നൽകി. കലാമണ്ഡലം രശ്മി, കലാമണ്ഡലം സിംന, കലാമണ്ഡലം ഗ്രീഷ്മ, കലാമണ്ഡലം സബിത തുടങ്ങിയവർ കലാപരിപാടികൾ ഏകോപിപ്പിച്ചു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ദമാമിലെ പ്രമുഖ ബിസിനസ് സ്ഥാപനമായ ഫൗസി കോൾഡ് സ്റ്റോർ ഫൗസി ഫെസ്റ്റ് സീസൺ 2 സംഘടിപ്പിച്ചു. കിഴക്കൻ പ്രവിശ്യയിലെ ഗായകർ നയിച്ച സംഗീത നിശയും സ്റ്റാഫ് അംഗങ്ങളുടെ കോൽക്കളി, ഡാൻസ്, കോമഡി സ്കിറ്റ്, ലഹരി ബോധവൽക്കരണ പരിപാടി എന്നിവയും അരങ്ങേറി. മജീഷ്യൻ മജീദ് മണപ്പുറം അവതരിപ്പിച്ച മാജിക് ഷോ തുടങ്ങിയ കലാപരിപാടികൾക്ക് പുറമെ വടംവലി, തീറ്റ മത്സരം എന്നീ ഇനങ്ങളും സംഘടിപ്പിച്ചു. മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് വളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. അല്ലൈൻ ISC ഒരുക്കിയ ഓണസദ്യയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി 50ഓളം സ്ത്രീകൾ അണിനിരുന്ന തിരുവാതിര കളി ശ്രദ്ധ പിടിച്ചുപറ്റി. പരിപാടികളുടെ ഉദ്ഘാടനം നരേഷ് സൂരി നിർവഹിച്ചു. റസൽ മുഹമ്മദ് സാലി, നൌഷാദ് വളാഞ്ചേരി, സംവിധ എന്നിവർ സംസാരിച്ചു. സാമൂഹിക മാധ്യമങ്ങളെ പിടിച്ചുകെട്ടണമെന്ന് സുരേഷ് ഗോപി. ദുബൈയിൽ ചതയ ദിന ഭാഗമായി സംഘടിപ്പിച്ച സേവനോത്സവത്തിൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോഷ്യൽ മീഡിയക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് നടനും MP-യുമായ സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. സോഷ്യൽ മീഡിയ എന്നത് ഒരു വലിയ കർത്തവ്യം, ചുമതലയായി നിറവേറ്റേണ്ട ഒരു സംവിധാനമാണ്. അതിനെ ഒരുപാട് പിശാചുക്കൾ കയറി അതിനെ നശിപ്പിച്ചിട്ടുണ്ട്, പറയാതെ വയ്യ. നാടിന്റെ ചില വികസന സംരംഭങ്ങളെക്കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ സാമൂഹിക മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്നും അദ്ദേഹം പരിതപിച്ചു. ഒരു ശുദ്ധീകരണം സോഷ്യൽ മീഡിയയിൽ വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു കലാപം വരുന്ന വഴി, ആ വഴി ഒരുക്കുന്നത് സോഷ്യൽ മീഡിയ ആയിരിക്കും. ചടങ്ങിൽ സേവനം പ്രസിഡന്റ് B. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ N. ഗോപാലകൃഷ്ണൻ ഭാരത പൈതൃകത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. ഇന്ത്യൻ കോൺസുലേറ്റിലെ രാജു ബാലകൃഷ്ണൻ, VK മുരളി, അഡ്വക്കേറ്റ് നജീദ്, സുധീഷ്, വിജയകുമാർ, ജയേഷ് ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനാനന്തരം ഗാനമേള, മിമിക്രി എന്നിവയും നടന്നു. 2000ഓളം പേർ പരിപാടിയിൽ സംബന്ധിച്ചു. മീഡിയ 1 ദുബൈ. ഈദോണം 2016 എന്ന പേരിൽ ദോഹയിൽ ഓണം പെരുന്നാൾ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈണം ദോഹയും സ്നേഹതീരം കുടുംബ കൂട്ടായ്മയും സംയുക്തമായാണ് പരിപാടികൾ ഒരുക്കിയത്. ഹിലാലിലെ FC ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗൾഫ് മാധ്യമം ദോഹ ബ്യൂറോ ചീഫ് ഭരതന്നൂർ ഷമീർ ഉദ്ഘാടനം ചെയ്തു. ഫരീദ് തിക്കോടി, MT നിലമ്പൂർ, മുസ്തഫ എലത്തൂർ, മുസ്തഫ കൊയിലാണ്ടി, രമ അജിത് തുടങ്ങിയവരും സംസാരിച്ചു. വിവിധ കലാപരിപാടികളും മൈലാഞ്ചിയിടൽ മത്സരവും അരങ്ങേറി. നാട്ടിലെയും ഗൾഫിലെയും ജീവകാരുണ്യ രംഗത്ത് നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KT റബിയുള്ളയെ ആദരിച്ചു. ബഹ്റൈനിലാണ് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ആദരിക്കൽ ചടങ്ങ് നടന്നത്.
ബഹ്റൈൻ ഇന്ത്യൻ സ്കൂളിൽ നടന്ന സംഗീത സന്ധ്യയോടനുബന്ധിച്ചാണ് ജീവകാരുണ്യ പ്രവർത്തകനും ഷിഫാൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ഡോക്ടർ KT റബിയുള്ളയെ ആദരിച്ചത്. തെംകീൻ ബഹ്റൈൻ CFO അമൽ കോഹ്ജി ഡോക്ടർ റബിയുള്ളക്ക് ഉപഹാരം സമ്മാനിച്ചു. സംഗീത വിരുന്നിന്റെ സംവിധായകനും റാമി പ്രൊഡക്ഷൻസ് ചെയർമാനുമായ റഹീം ആദവനാട്, ഷിഫാൽ ജസീറ മെഡിക്കൽ സെന്റർ പേഴ്സണൽ മാനേജർ ഷീല അനിൽ, ഒമാൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ശ്രീലക്ഷ്മി ജഗദീഷ് ശ്രീകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രവാസി സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളും നിസ്തുലമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരിഗണിച്ച് ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ പ്രവാസി മിത്ര പുരസ്കാരവും ഈയിടെ ഡോക്ടർ KT റബിയുള്ളക്ക് ലഭിച്ചിരുന്നു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. BDS Tower ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം.